ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്നൊരു ഇഫ്താർ പാർട്ടി ഉണ്ട്. ഞാൻ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. എൻ്റെ സൗണ്ടൊക്കെ പോയി. എനിക്ക് അറിഞ്ഞൂടാ, ഈ കൊല്ലം തുടങ്ങിയത് മുതൽ എൻ്റെ സൗണ്ടൊക്കെ പോയി. ഞാൻ പറയുന്നത് തന്നെ ഒരു ബാസ് ഇട്ടാണ് കേൾക്കുന്നത്. ഈ നോമ്പ് തുടങ്ങിയിട്ട് ഇത് ഫസ്റ്റത്തെ ഇഫ്താർ പാർട്ടിയാണ്. കുറച്ച് നാളായി നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് റെഡി ആയിട്ട് എവിടെയെങ്കിലൊക്കെ പോയിട്ട് ഞാൻ പുതിയ കുറേ ഡ്രസ്സ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരുങ്ങിയിട്ടൊക്കെ പോകാമെന്ന്. കാരണം നമ്മൾ ഇപ്പോൾ ഫ്രണ്ട് സർക്കിളിലോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഇടയിലല്ല ഇഫ്താർ പാർട്ടിക്ക് പോകുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നാണ് ഇൻവിറ്റേഷൻ കിട്ടിയെന്നുള്ളത് ഞാൻ അവിടെ എത്തിയതിനു ശേഷം നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. സർപ്രൈസ് സംഭവങ്ങളൊന്നും അല്ല, എന്നാലും അവിടെ എത്തിയതിനു ശേഷം ഞാൻ കാണിക്കാം. ഞാനിപ്പം എന്ത് ഡ്രസ്സ് ഇടുന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത്. എവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ആദ്യം പറഞ്ഞ ഒരു ചോദ്യം എന്തിടും എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു 5-6 ഡ്രസ്സുള്ള ആൾക്കാർക്ക് പോലും ഇത്രയും കൺഫ്യൂഷൻസ് ഉണ്ടാവത്തില്ല. എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു കബോർഡ് നിറച്ചും ലോഡ് ഇടയ്ക്കുന്ന ഡ്രസ്സാണ്. അതിൽ ഇട്ടതിനേക്കാൾ കൂടുതൽ ഇടാത്ത ഡ്രസ്സാണുള്ളത്. അപ്പം ഇന്ന് എന്തിടും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് കേട്ടോ. കബോർഡിലുള്ള ഡ്രസ്സ് ഞാൻ കാണിച്ചത്. സോ ഞാൻ റൂമിലോട്ട് വന്നിട്ടുണ്ട്. എനിക്ക് കുറച്ച് നേരത്തേക്ക് സോയിൻ്റെ മ്യാവ് മ്യാവ് വിളി കേൾക്കുന്നുണ്ടായിരിക്കും. ബിക്കോസ് അവനെ ഞാൻ ബാൽക്കണിയിൽ ഇട്ടിരിക്കുന്നുണ്ട്. അവന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ എൻ്റെ കാലിച്ച കേൾക്കുമ്പോഴൊക്കെ കടൻ മുറ വിളിക്കോട്ടും. നമുക്ക് ഡ്രസ്സ് കാണാം. എനിക്ക് അറിഞ്ഞൂടെ എന്തെങ്കിലും ഇടാൻ പോണെന്നുള്ളതും. ഗൈസ്, ഇതാണ് എൻ്റെ കബോർഡ് ഞാൻ തുറന്നിട്ടുണ്ട്. മേളത്തെ സ്പേസിൽ പ്രത്യേകിച്ച് ഡ്രസ്സ് ഒന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ എൻ്റെ ഡ്രസ്സ്. ഇതിൽ ഞാനിങ്ങനെ ജസ്റ്റ് ഗൗൺ ടൈപ്പ് സാധനങ്ങൾ മാത്രം ഇങ്ങനെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എനിക്കിതിനകത്ത് എത്ര ഡ്രസ്സ് ഉണ്ടെന്നൊന്നും അറിയത്തില്ല. ഇഷ്ടംപോലെ ഡ്രസ്സുണ്ട്. ഏതിടണം എന്നുള്ള ഒരു തത്രപ്പാടിലാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ ഇതിൽ പകുതിയിലേറെ ഡ്രസ്സുകളൊന്നും എനിക്ക് കയറത്തൊന്നുമില്ല. അതാണ് അതിൻ്റെ ഒരു ഫണ്ണി തിങ്സ് എന്ന് പറയുന്നത്. ഈ ഡ്രസ്സ് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടായിരുന്നു. പിന്നെ കുറച്ച് ഹെവി ഡ്രസ്സ് ഇടാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് അറിഞ്ഞൂടെ ഇതിനകത്ത് തന്നെ ഞാൻ ഇടും. അത് ഇനി വേറെ എന്തെങ്കിലും വാരിപ്പറക്കി എടുത്തിട്ട് പോകുമെന്നുള്ളത്. ഇതൊന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ഇതിട്ടിട്ടില്ല. ഈ ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല. ഇതൊക്കെ ഇടാത്ത ഡ്രസ്സുകളാണ്. ഒരുപാട് ഇടാത്ത ഡ്രസ്സുകളാണ് ഇതിനകത്ത് കൂടുതലുള്ളത്. ഇത്രയും ഡ്രസ്സുകൾ ഇങ്ങനെ ഇഷ്ടം പോലെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്തിടണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആണല്ലോ. എനിക്ക് തോന്നുന്നു ഇത് എനിക്ക് മാത്രമുള്ള കൺഫ്യൂഷൻ അല്ല, ഒട്ടുമിക്ക ഒരുപാട് ഡ്രസ്സുകളുള്ള പെൺകുട്ടികൾക്കുള്ള പ്രശ്നമാണ്. സോ ഇനി ഞാൻ നിന്ന് സമയം കളയുന്നില്ല. ഞാൻ ഡ്രസ്സ് ചേഞ്ച് ആക്കിയിട്ട് ഞാൻ വരാം ഗൈസ്. കാരണം ഇനി നിന്ന് ഞാൻ കറങ്ങി കഴിഞ്ഞാൽ ട്രാഫിക്കിൽ പെട്ട് നമുക്ക് സമയത്തിന് നോമ്പ് നടക്കില്ല. കാരണം ഈ റമദാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം നോമ്പുകളും കാറിലിരുന്നിട്ട് ഈത്തപ്പഴം കഴിച്ച് തുറക്കേണ്ട അവസ്ഥയായിരുന്നു. ഇതെങ്കിലും എനിക്ക് എന്തെങ്കിലും പ്ലേറ്റ് കിട്ടുമെന്ന് നോക്കട്ടെ. ഓക്കെ, ഞാൻ റെഡി ആയിട്ട് വരാം ഗൈസ്. സോ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ പുതിയ ഏതെങ്കിലും ഡ്രസ്സ് എടുത്തിട്ടാന്ന് പറഞ്ഞിട്ടാണ് റൂമിലോട്ട് തള്ളി കയറിയത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ ഇടാത്ത കുറേ ഡ്രസ്സ് ഉള്ളത്. പക്ഷെ എനിക്ക് കണ്ടതിൽ പെട്ടെന്ന് ഇടാൻ തോന്നിയ ഡ്രസ്സ് ഇതാണ്. വേറെ ഒന്നും എനിക്ക് കയറുന്നില്ല. 1000 ഐഡിയ എനിക്കുണ്ട്. സോ ഇത് കുറച്ച് പഴയതെന്ന് പറയുമ്പോൾ ഏകദേശം 4 വർഷമൊക്കെ ആയിട്ടുണ്ടാവും ഈ ഡ്രസ്സ് എടുത്തിട്ട്. എനിക്ക് ഇതാണ് ഇപ്പം കുറച്ചൊരു കംഫർട്ടായിട്ട് തോന്നി ഇട്ടതില്ല. പിന്നെ കളർ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളർ കോമ്പിനേഷനാണ്. ഒരു ടർക്കോയ്സും റോയൽ ബ്ലൂ ഒക്കെ മിക്സ് ആയിട്ടുള്ളത്. ഇത് സ്കേർട്ടാണ്. എനിക്കിപ്പോൾ അടിഭാഗം കാണിക്കാൻ പറ്റുന്നില്ല. ഞാൻ പുറത്തോട്ട് ഇറങ്ങിയതിന് ശേഷം കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം. മുടി ഞാൻ കെട്ടിയില്ല. ഞാൻ ഇപ്പോൾ കുളിച്ചിറങ്ങിയല്ലേ ഉള്ളൂ, ഒന്ന് ഉണങ്ങട്ടെ വിചാരിച്ചു. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ മുടി ഇടാറ്. പിന്നെ ഇതെൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ച ബ്രേസ്ലെറ്റ് ആൻഡ് ഇത് പുതിയ വളയാണ്. ഞാൻ വിശദമായിട്ട് പറയാം. പിന്നെ ബാക്കിയൊക്കെ ഞാൻ ഇട്ടിരുന്ന തന്നെയാണ്. അപ്പം നമുക്ക് ഇറങ്ങാല്ലേ. അല്ലെന്നുണ്ടെങ്കിൽ ഇഫ്താർ ചിലപ്പോൾ അത്താഴമായി മാറും. അപ്പോൾ ശരിയെന്നാ ഗൈസ്, ഞാൻ അവിടെ എത്തിയതിനു ശേഷം എന്താണ് വിശേഷങ്ങൾ എന്നുള്ളതും ആരാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തെന്നുള്ളതും പറയാം. സോ ഫൈനലി നമ്മളിവിടെ പാർട്ടി നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ദുബായ് ഐലൻഡിൽ വെച്ചിട്ടാണ് ഈ പാർട്ടി നടക്കുന്നത്. നമ്മളെ ഇൻവൈറ്റ് ചെയ്തത് വേറെ ആരുമല്ല, സിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നാണ്. നമ്മൾ ഈയിടെയായിട്ട് എടുക്കുന്ന ഗോൾഡുകൾ മുഴുവനും അവരെ ജ്വല്ലറി എന്നാണ്. സോ അവരെ നമ്മളെ സ്പെഷ്യലി ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഞെട്ടിയിട്ടാണ് നിൽക്കുന്നത്. അത്രയ്ക്കും ആളും ബഹളവും. പിന്നെ എസ്പെഷ്യലി ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഒരു സീ സൈഡിലാണ്, അതായത് ഒരു കോർണേജ് സൈഡിലാണ്. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഇത്ര ആളുകളുടെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ വ്ളോഗൊക്കെ എടുക്കുന്നത്. കഴിഞ്ഞ തവണ കറാമിന്ന് എടുക്കുമ്പോൾ എനിക്ക് ഇത്ര നാണക്കേടില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് ഭയങ്കര നാണക്കേടാണ്. നമുക്ക് എൻ്റെ ഉള്ളിലോട്ട് പോവാം. എവിടെയും ഇവിടെ സീറ്റ് ഉറപ്പിക്കട്ടെ. ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സമയമായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അങ്ങോട്ട് കയറാം. എൻട്രൻസിൽ നല്ല എന്താ പറയാ, ഒരു ഗോൾഡൻ ടച്ചിൽ ഒരു ആർച്ച് പോലെയൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് ഉള്ളിൽ കയറാം. എനിക്ക് നാണക്കേടാവെന്ന് പഠിച്ചോണി. ഞാൻ എവിടെ പോയി ഇരിക്കും. അപ്പേ ഇവിടെ വന്ന് ഞാൻ സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട്. ഈ ടേബിളിന്റെ ചുറ്റും ആരുമില്ല. അപ്പം ഞങ്ങൾ മാത്രം ഇരിക്കുന്നത്. അല്ല, ബാക്ക്ഗ്രൗണ്ടിൽ ഈ പാട്ട് കേൾക്കുന്നുണ്ട്. കോപ്പിറൈറ്റിലേക്ക് വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വലിയ പാടോടേണ്ടി വരും, വലിയ ഒടിക്കേണ്ടി വരും തോന്നണം. ലൈവ് കിച്ചണൊക്കെ ഉണ്ട്, ബൊഫേ ആണ്. പിന്നെ നമ്മളെ ടേബിൾ ഓൾറെഡി കുറേ സ്നാക്സും കാര്യങ്ങളും ജ്യൂസൊക്കെ വെച്ചിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നത് ഇത് വെള്ളം കുടിക്കുമ്പോൾ തന്നെ എൻ്റെ വയറ് നിറയും. ഞാൻ പിന്നെ അങ്ങോട്ടൊക്കെ വെറുതെ വീഡിയോ എടുക്കാൻ വേണ്ടി പോകത്തേ ഉണ്ടാവുള്ളൂ. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഇടവേണ്ടി സാധനമൊക്കെ എടുത്തോണ്ട് വരുമെന്നുള്ളത്.
ഇതൊന്ന് പിടിച്ചെന്നെ, എല്ലാം കൈപ്പോരും. ചട്ടിപ്പത്തിരിയാണ് ഗൈസ്, ചട്ടിപ്പത്തിരി. മധുരമൊന്നും കഴിക്കണ്ടെന്ന് വിചാരിച്ചതാണ്. എൻ്റെ എല്ലാം നോമ്പൊന്നത്തോടു കൂടി മധുരത്തിൻ്റെയാണ്, മധുരത്തിൻ്റെ ചട്ടിപ്പത്തിരിയാണ്. കഴിച്ചോക്കട്ടെ. അമ്മ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഇറച്ചിൻ്റെ കഴിച്ചിട്ടുള്ളത്, ഫസ്റ്റ് ടൈമാണ് മധുരത്തിൻ്റെ കഴിക്കുന്നത്. ആണുങ്ങളൊക്കെ നിസ്കരിക്കാൻ വേണ്ടി പോയേക്കുവാണ്. ഞാൻ ആ സമയം കൊണ്ട് ഇവിടെ എന്തൊക്കെയാണ് ഫുഡ് ഉള്ളതെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കാം. ഒന്നും എടുക്കില്ല, എന്തായാലും നമുക്ക് നോക്കാമല്ലോ. സോ അവിടെ നല്ല ഫ്രഷ് ചായയൊക്കെ കിട്ടും. കോഫി ഉണ്ടോയെന്ന് ഞാൻ ചോദിച്ചു, ഇവിടെ കോഫി ഇല്ല. ആൻഡ് ഇവിടെ സ്നാക്സും ഉപ്പിലിട്ടതും അങ്ങനെ പിന്നെന്താ കുറേ സലാഡ്സും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ കഴിച്ച ഒരു സാധനമാണ്. അടുത്ത സെഷനിലോട്ട് നമുക്ക് പോവാം ഗൈസ്. സോ ഇവിടെ ലൈവായിട്ട് കുറേ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നെയ്പ്പത്തലൊക്കെ എൻ്റെ ഒരു ഫേവറേറ്റ് ഡിഷാണ്. ഇവിടെ കിടന്ന് രണ്ടുരുന്നത് നെയ്പ്പത്തല്. അതെന്താ സാധനം? എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ല മണം, നല്ല മണമുണ്ട്. എന്താ ആംബിയൻസ് നോക്കിക്കേ. അയ്യോ, ആളുകളൊക്കെ നിസ്കരിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. നിസ്കാരം കഴിഞ്ഞു, എത്ര വട്ടം. നല്ല കാറ്റല്ലേ. നമുക്ക് ഫുഡ് വെക്കാം. ബൊഫെ ആണ്. നമ്മള് ബൊഫെ കാണാന്ന് പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഇതിനകത്തൊന്നും ഒന്നും ആയിട്ടില്ല. ഫുഡൊക്കെ പ്രിപ്പയർ ആയിട്ട് വരുന്നുള്ളൂ. മെയിൻ കോഴ്സൊക്കെ അതായെന്ന് വെച്ചാൽ ഞാൻ കാണിക്കാം. ഫുഡൊക്കെ അവർ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് അവിടെ നിന്ന് ആവശ്യമുള്ള ഫുഡൊക്കെ എടുത്തുകൊണ്ട് വരാം. 2 സെഷനിലായിട്ടാണ്. ആണുങ്ങളുടെ ഒരു ക്യൂവും പെണ്ണുങ്ങളുടെ ഒരു ക്യൂവും ഉണ്ട്. ആണുങ്ങളുടെ ക്യൂ എൻ്റെ പൊന്നേ അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെയുണ്ട്. അപ്പോൾ നമ്മൾ പെണ്ണുങ്ങളുടെ റൂമിൽ പോയിട്ട് വന്നിട്ട് ഫുഡൊക്കെ എടുത്തിട്ട് വരാം. ഓക്കെ, താങ്ക് യു. You have that other one? Fish, which fish? It's gonna No? Okay. രണ്ടെണ്ണം റൈസ് വേണ്ട, കുറച്ചുകൂടെ റൈസ്. അത് വേണ്ട, വേറെ പീസ്. अदर पीस वो नहीं चाहिए, दूसरा पीस नहीं, वो लेग पीस नहीं चाहिए. Yeah. Thank you. Bring fish because it's almost done. Yeah, and chicken. Thank you. Okay. No, thank you. അപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ട് പോയിട്ട് നോക്കിയ സാധനം മാത്രം എനിക്ക് കിട്ടിയില്ല. നെയ്പ്പത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അടിയിലൊരു പൊറോട്ട ഒളിച്ചിരിപ്പുണ്ട്, ഇതെനിക്ക് വേണ്ട. നമുക്ക് ആദ്യം റൈസിന് തുടങ്ങാം. അയ്യോ, തണുത്തിട്ടിരിക്കുന്നു. കൊഴുന്നിരിക്കുന്നു റൈസ്. ഇച്ചിരി മസാല എടുത്ത് സൂപ്പറായിട്ടുണ്ട്. നല്ലൊരു ഓപ്ഷനായിരുന്നു ഞാൻ സെലക്ട് ചെയ്തത്. ബിരിയാണി ആയിരുന്നു. ബാക്കിയുള്ളതൊന്നും കഴിച്ചില്ല, എന്നാലും ബിരിയാണി സൂപ്പർ. നേരത്തെ നമ്മൾ കണ്ട ഫിഷാണ്. ഒരു പീസ് കിട്ടിയുള്ളൂ. കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട്. സൂപ്പർ. സോ നല്ല ഫ്രഷ് ലുക്കീമത്തും സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ലുക്കീമത്തും കാര്യങ്ങളൊക്കെ എടുക്കാം.
അല്ലാത്തവർക്ക് എന്താ പറയുക കഴിച്ചൊന്നും വെച്ചിട്ട് നേരെ വീട്ടിലേക്ക് വിടാം. സോ ഇവിടുത്തെ ഇഫ്താറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങുവാണ്. നല്ല വെളിച്ചമുള്ള സ്ഥലം നോക്കി ഞാൻ വന്ന് നിന്നതാണ്. എനിക്കാണെങ്കിൽ കണ്ണ് കാണുന്നില്ല, വെളിച്ചം കണ്ണിലോട്ട് അടിച്ചിട്ട്. ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു. ആൻഡ് ആംബിയൻസ് ഒക്കെ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടല്ലോ, എല്ലാം സൂപ്പറായിരുന്നു. നല്ല ഗ്രാൻഡ് ആയിട്ടുള്ളൊരു ഇഫ്താറായിരുന്നു. ഇതിനപ്പുറം ഒന്നും കാണിക്കാനില്ല. എനിക്കൊന്ന് 2 ആവശ്യങ്ങളും കൂടെ ഉണ്ട്. ഇവിടെ നിന്ന് തിരിക്കുവാണ്. ഇവിടെ ഓരോരുത്തർ ഇങ്ങനെ ക്രോസ് ചെയ്ത് ആ ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ കൂടെ ക്രോസ് ചെയ്ത് പോകുമ്പോഴത്തേനും എന്നിങ്ങനെ ഡാർക്കായിട്ട് കാണിക്കുന്നു. അപ്പോൾ ശരി എന്നാ ഗൈസ്, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെയും ടാറ്റാ ബൈ ബൈ.